നമസ്കാരം. നമസ്കാരം. തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയുണ്ടാവും. ഒന്നാം വിരലിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത്. അതായത് ചൂണ്ടുവിരൽ. അതിലെ നീളക്കൂടുതലിനെ കുറിച്ചും നീളക്കുറവിനെ കുറിച്ചും അതോടൊപ്പം തന്നെ മറ്റു വിരലുകളുടെ നീളമായിട്ടുള്ള കമ്പാരിസനും നമ്മളത് ചെയ്തിരുന്നു. ഓർമ്മയുണ്ടാവും. അങ്ങനെ കമ്പാരിസൺ ചെയ്തതുകൊണ്ട് തന്നെ പിന്നെയുള്ള വിരലിൽ പഠിക്കുമ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് കുറഞ്ഞു കിട്ടും. ഇല്ലെങ്കിൽ ആ വിരലുകൾക്കെല്ലാം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി ആവർത്തിക്കാം. അത് ഞാൻ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ വിരലാണ്, മധ്യമാങ്കുലി എന്നൊക്കെ പറയാം. മധ്യമാങ്കുലി, രണ്ടാം വിരൽ, മധ്യമാങ്കുലി എന്ന് പറയാം. നടുവിരൽ. ഈ നടുവിരല് നന്നായി തടിച്ചാണിരിക്കുന്നത് എങ്കിൽ മറ്റു വിരലുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നടുവിരൽ തടിച്ചിരിക്കുകയാണെങ്കിൽ ചിന്താഭാരം കൊണ്ട് മസ്തിഷ്കം വളരെ ക്ഷീണിതനാണ് എന്ന് പറയണം. ആള് ക്ഷീണിതൻ എന്നല്ല ഞാൻ പറഞ്ഞത്, മസ്തിഷ്കം ക്ഷീണിതമാണ് എന്നാണ്. അതിന്റെ കാരണവും പറഞ്ഞു, ചിന്താഭാരം കൊണ്ട്. അപ്പൊ ആവശ്യമില്ലാത്ത ചിന്ത, യാതൊരു ഉപയോഗമില്ലാത്ത ചിന്ത, യാതൊരു ഉപയോഗമില്ലാത്ത ചിന്ത കൊണ്ട് അയാളുടെ മസ്തിഷ്കം ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിയാത്മകമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും അയാൾ. ആവശ്യമില്ലാത്ത ചിന്ത. അത് പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവുമല്ലോ. ചിന്ത ജീവനുള്ള ശരീരത്തെ ദഹിപ്പിക്കുന്നു എന്നാണ്. ചിത ജീവനില്ലാത്ത ശരീരത്തെ ദഹിപ്പിക്കുമ്പോൾ ചിന്ത ജീവനുള്ള ശരീരത്തെ ദഹിപ്പിക്കും എന്നാണ്. അപ്പൊ അമിതമായ ചിന്ത, അതും യാതൊരു ആവശ്യമില്ലാത്ത അമിതമായ ചിന്ത, അത് വളരെ ദോഷമാണ്. അത് ഈ വിരൽ ആവശ്യത്തിലേറെ തടിച്ചതാണെങ്കിൽ, വെറുതെ തടിച്ചതല്ല, ആവശ്യത്തിലേറെ തടിച്ചതാണെങ്കിൽ, അത് കമ്പയർ ചെയ്തേ പറയാൻ പറ്റും. മറ്റു വിരലുകളുമായിട്ടുള്ളത് കമ്പയർ ചെയ്തിട്ടൊക്കെ പറയാം. തടിച്ചതാണെങ്കിൽ ചിന്താഭാരം കൊണ്ട് മസ്തിഷ്കം ഉപയോഗശൂന്യമായി പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വേറൊന്ന്, ഈ വിരലിന്റെ അഗ്രം നോക്കുക. ഈ വിരലിന്റെ അഗ്രം കൂർത്തിരിക്കുന്നതാണ് എങ്കിൽ, ഈ രണ്ടാം വിരലിന്റെ മധ്യമാങ്കുലിയുടെ അഗ്രം കൂർത്തിരിക്കുകയാണെങ്കിൽ അത് ക്രൂരന്റെ ലക്ഷണം എന്നാണ് പറയുക. ക്രൂരൻ. രണ്ടാം വിരലിന്റെ അഗ്രം പോയിന്റഡ് ആണെങ്കിൽ, കൂർത്തിരിക്കുകയാണെങ്കിൽ, അത് കർക്കശ സ്വഭാവമുള്ള ആളുടെയും മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയാത്ത ആളുടെയും ലക്ഷണമായിരിക്കും എന്നാണ് പറയുക. കർക്കശക്കാരന്റെയും മറ്റൊരാളിന്റെ വിഷമം, വേദന മനസ്സിലാക്കാൻ കഴിയാത്ത ആളിന്റെ ലക്ഷണമാണ് എന്ന് പറയാം. എന്നാൽ അടുത്ത മൂന്നാം വിരലിനെ കുറിച്ച് പറയുമ്പോൾ അഗ്രം കൂർത്തിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വീണ്ടും പറയും. അത് കലാകാരന്റെ ലക്ഷണമായിട്ടാണ് പറയുക. പക്ഷെ ഇവിടെ വരുമ്പോൾ അത് ക്രൂരന്റെ ലക്ഷണമായിട്ടാണ് നമ്മൾ പരിഗണിക്കുക. ക്രൂരൻ, മറ്റാരോടും ഒരു ദാക്ഷിണ്യമില്ലാത്തവൻ എന്ന് നമുക്ക് എടുക്കേണ്ടി വരും. മറ്റൊന്ന്, ഈ വിരൽ ചെറുതായി പോകാം. നടുവിരൽ ചെറുതായി പോകാം. ചെറുതാകുക എന്ന് പറഞ്ഞാൽ നടുവിരൽ സാധാരണ മറ്റു വിരലിനോടൊപ്പം മറ്റു വിരലിനേക്കാളോ ഒക്കെ അല്പം നീളം കൂടുതലുണ്ടാവാം. ഒന്നിൽ മറ്റു വിരലുകൾക്കൊപ്പം ആയിരിക്കാം. അപൂർവം ചില ആൾക്കാരിൽ ഈ വിരലിന്റെ നീളം കുറഞ്ഞു പോകാം, ചെറുതായി തീരാം. ചെറുതായിട്ടുണ്ട് എങ്കിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ കൂർത്ത നടുവിരൽ പറഞ്ഞില്ലേ, ആ ഫലം തന്നെ പറയാം.
അയാൾ കഠിന ഹൃദയനായിരിക്കും. നടുവിരൽ ചെറുതായി പോയാൽ കഠിന ഹൃദയനായിരിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞ ഏത് കോർത്തിരുന്നാൽ പറഞ്ഞ അതേ ഫലം തന്നെയാണ് ഇവിടെയും പറയാൻ പറ്റുക. ഈ നടുവിരലിന് മോതിര വിരലിനേക്കാളോ അല്ലെങ്കിൽ ചൂണ്ടുവിരലിനേക്കാളോ, രണ്ടിൽ ആരെക്കാളും ആയിരുന്നാലും മതി, നടുവിരലിന് മോതിര വിരലിനേക്കാളോ അല്ലെങ്കിൽ ചൂണ്ടുവിരലിനേക്കാളോ 1/4 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം 0.635 സെന്റിമീറ്റർ വരും. 1/4 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 0.635 സെന്റിമീറ്റർ, 1/2 സെന്റിമീറ്ററിനേക്കാൾ അല്പം കൂടുതൽ നീളക്കൂടുതൽ ഉണ്ട് എങ്കിൽ അയാൾ എപ്പോഴും പ്രശ്നങ്ങൾക്ക് നടുവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എപ്പോഴും പ്രശ്നങ്ങൾക്ക് നടുവിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. എ മാൻ ഇൻ ഫുൾ ഓഫ് ട്രബിൾസ്. ഇതിലെ ചിത്രത്തെ കാണിച്ചേക്കുന്നത് അണിവിരലിന്റെയാണ്, മോതിര വിരലിന്റെയാണ്. ഇത് നേരെ റിവേഴ്സ് ആയിട്ട് വരും. അങ്ങനെ പിക്ചർ അതിനകത്ത് കാണാൻ സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുക. ആ നീളം കൂടുതൽ ഇപ്പുറത്താ വരേണ്ടത്. ഇല്ലെങ്കിലും നിങ്ങൾ മനസ്സിൽ നോക്കിക്കൊണ്ടാ മതി, മനസ്സിൽ കണ്ടുകൊണ്ടാ മതി. നടുവിരലിന്റെ നീളം ആ മറ്റ് 2 വിരലിനേക്കാൾ അല്പം കൂടുതലാണെങ്കിൽ, 1/4 ഇഞ്ച് കൂടുതലാണെങ്കിൽ എ മാൻ ഇൻ ഫുൾ ഓഫ് ട്രബിൾസ്, എപ്പോഴും പ്രശ്നങ്ങൾക്ക് നടുവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും. എന്നാൽ 1/4 ഇഞ്ച് ആയിരുന്നാൽ സമൂഹത്തിന്റെ അംഗീകാരം കിട്ടുന്ന ആളും ബുദ്ധിമാനുമായ ഒരാളായി തീരും. അത് വ്യത്യാസം നോക്കണം. 1/4 ഇഞ്ചാണെങ്കിൽ സമൂഹത്തിന്റെ അംഗീകാരം കിട്ടുന്നയാളും പുരോഗതിയുള്ളയാളും വളരെ ബുദ്ധിമാനായ ഒരാളായിരിക്കുകയും ചെയ്യും. 1/4 ഇഞ്ചാണെങ്കിൽ. 1/4 ഇഞ്ചിനേക്കാൾ കൂടുതലാണെങ്കിൽ ആദ്യം പറഞ്ഞ ട്രബിൾസ് ആയിരിക്കും. എന്നാൽ 1-ാം വിരലിനേക്കാൾ 1/2 ഇഞ്ച് നീളം കൂടുതൽ ഉണ്ട് എങ്കിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 സെന്റിമീറ്റർ, 1.27 ഒക്കെ വരും. 1/2 ഇഞ്ചിനേക്കാൾ നീളം കൂടുതൽ ഉണ്ട് എങ്കിൽ അയാൾ കൊലപാതകിയായി തീരും എന്നാണ് പറയുക. കൊലപാതകി ആയി തീരും. എങ്ങനെയാണെങ്കിൽ 1-ാം വിരലിനേക്കാൾ 2-ാം വിരലിന് 1/2 ഇഞ്ചിനേക്കാൾ നീളക്കൂടുതലുണ്ട് എങ്കിൽ, 1/2 ഇഞ്ചിനേക്കാൾ നീളക്കൂടുതലുണ്ട് എങ്കിൽ അയാൾ കൊലപാതകിയായി തീരും. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അയാൾ ആ കൃത്യം ചെയ്യേണ്ടതായിട്ട് വരാം. ഈ 2-ാം വിരലിന്റെ അഗ്രം ഏറ്റവും മുകളിൽ 1-ാം വിരലിലേക്ക് ചാഞ്ഞിരിക്കുക. നിങ്ങൾ ഇങ്ങനെ കൈ ഇങ്ങനെ നിവർത്തി വെക്കുമ്പോൾ 2-ാം വിരലിന്റെ അഗ്രം 1-ാം വിരലിലേക്ക് ചാഞ്ഞിരിക്കുന്നതായി കാണാം. വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. വളരെ നിസ്സാരം. കൈ നിവർത്തി നോക്കുക. മിക്കവാറും ആൾക്കാരിൽ നിവർന്നായിരിക്കും നിൽക്കുക. ഒരു ഇടത്തോട്ടോ വലത്തോട്ടോ ചായാതെ നിവർന്നു നിൽക്കുന്നതായിരിക്കും. എന്നാൽ അത് 1-ാം വിരലിന്റെ മുകളിലേക്ക് ചാഞ്ഞാണ് കാണുന്നത് എങ്കിൽ ആത്മവിശ്വാസമുള്ള ആളും പുരോഗതി ഉണ്ടാകുകയും ചെയ്യുന്ന ഒരാളും ആയിരിക്കും. നന്മയാണ്, കോൺഫിഡൻസ് കൂടുതലാണ്.
കോൺഫിഡൻസ് കൂടുതലാണ്. എന്നാൽ മൂന്നാം വിരലിലേക്കാണ് മറിഞ്ഞിരിക്കുന്നതെങ്കിൽ, അഗ്രം മൂന്നാം വിരലിലേക്കാണ് ചാഞ്ഞിരിക്കുന്നത് എങ്കിൽ ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. കലാകാരനായിരിക്കും. കലാകാരൻ വെച്ചാൽ താല്പര്യം ഉണ്ടാവും, കലയിൽ താല്പര്യം ഉണ്ടാവും. തികഞ്ഞ കലാകാരനല്ല, കലയിൽ താല്പര്യം ഉണ്ടാവും. അതൊരു വലിയ പ്രത്യേകത. എന്തും വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ്. വിധി പോലെ വരട്ടെ, എന്ത് വിഷയം വന്നാലും വിധി പോലെ വരട്ടെ, വിധിച്ചതുപോലെ വരട്ടെ, അല്ലെങ്കിൽ ഭഗവാൻ നിശ്ചയിച്ചതുപോലെ വരട്ടെ, നമുക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. നമുക്കറിയാം, നമ്മളിപ്പോ എത്രയൊക്കെ ചെയ്താലും ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് ഇനി വിധി പോലെ വരട്ടെ എന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് ധാരാളം കാണാൻ കഴിയും. അവർ ഒരു ഘട്ടത്തിനപ്പുറം ഒന്നും ചെയ്യാൻ തയ്യാറാകില്ല. ഒരു ഘട്ടത്തിനപ്പുറം ഒന്നും ചെയ്യാൻ അവർ തയ്യാറാകില്ല. വിധി പോലെ വരട്ടെ, ഇനി എന്താ നിശ്ചയിച്ചു വെച്ചാൽ അതങ്ങനെ നടക്കട്ടെ, ഭഗവാന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതങ്ങനെ നടക്കട്ടെ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, അയാളുടെ മധ്യവിരൽ, നടുവിരൽ, അഗ്രം ഈ മൂന്നാം വിരലിലേക്കാണ് ചാഞ്ഞ് നിൽക്കുന്നത്. ഒന്നാം വിരലിലേക്കാണ് ചാഞ്ഞ് നിൽക്കുന്നതെങ്കിൽ ആത്മവിശ്വാസക്കുറവും, ആത്മവിശ്വാസം കൂടുതലും അതോടൊപ്പം തന്നെ പ്രോഗ്രസും ഉള്ള ഒരാളായിരിക്കും. തിരിച്ച് ഇപ്പുറത്തോട്ടാണ് വരുന്നതെങ്കിൽ എന്തും വിധിയിൽ വിശ്വസിക്കാം, വിധി പോലെ വരട്ടെ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കലയോടും സംഗീതത്തോടൊക്കെ താല്പര്യവും ഉണ്ടായിരിക്കും. മറ്റൊന്ന്, ഈ നടുവിരലിന്റെ ഒന്നാം കണ്ണം സന്ദേഹത്തെ, സംശയങ്ങളെ, സന്ദേഹം, ആശങ്ക അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ രണ്ടാം കണ്ണം ശാസ്ത്രബോധത്തെയാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാം കണ്ണം അയാളുടെ ഏകാഗ്രതയെ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ വിരലുകൾക്കും 3 കണ്ണങ്ങളുണ്ട്, തായ്വിരൽ ഒഴികെ. ഇതിൽ ഒന്നാമത്തെ കണ്ണം അയാളുടെ സന്ദേഹം, ആശങ്കകളെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കണ്ണമാണെങ്കിൽ അയാളുടെ ശാസ്ത്രബോധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ കണ്ണം കോൺസെൻട്രേഷൻ, ഏകാഗ്രതയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ ഏത് കണ്ണമാണ് വലിപ്പം കൂടുതൽ അല്ലെങ്കിൽ വലിപ്പം കുറവ്, അതിനനുസരിച്ച് ഈ സ്വഭാവങ്ങളിൽ മാറ്റം ഉണ്ടാകും. ഇതിനകത്ത് ഒരുപാടൊന്നും പറയാനില്ല. കുറെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ തുടർച്ചയാണ്, അതുകൊണ്ടാണ് ഞാൻ അത് ആവർത്തിക്കാത്തത്. ഇപ്പൊ പറഞ്ഞത് അയാളുടെ നീളത്തെ ബേസ് ചെയ്താ പറഞ്ഞത്. നീളം കുറഞ്ഞു പോയാൽ അയാൾ ക്രൂരനായി തീരുമെന്നും, നീളം കൂടിപ്പോയാൽ അയാൾ ക്രൂരനാവാം. അത് കാലിഞ്ചിൽ കൂടുതലാണ് അങ്ങനെ സംഭവിക്കുന്നത് എങ്കിൽ അതിന് നമ്മൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താ, കാലിഞ്ചിൽ കൂടുതലാണ് അത് കൂടുതലെങ്കിൽ ആ കൂടി ട്രബിൾസിൽ, പ്രശ്നങ്ങളിൽ പെട്ടു ഉഴലുന്ന ഒരു മനുഷ്യനായിരിക്കുമെന്നും, എന്നാൽ കാലിഞ്ചാണെങ്കിൽ ബുദ്ധിമാനും സമൂഹത്തിന്റെ അംഗീകാരം കിട്ടുന്നവനുമായിരിക്കുമെന്നും, അരയിഞ്ചിനേക്കാൾ കൂടുതൽ നീളം അതിനുണ്ടായിരിക്കുമെങ്കിൽ അയാൾ മർഡർ ആയിരിക്കാം എന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞെന്താ, ഒന്നീ ഇടത്തോട്ട് ചായ അല്ലെങ്കിൽ വലത്തോട്ട് ചായ, അല്ലെങ്കിൽ നിവർന്നു നിൽക്കാം. ഇപ്പൊ നിവർന്നു നിൽക്കുന്ന ആളെന്ന് വെച്ചാൽ ഈ വാക്ക് പറഞ്ഞാൽ ആ വാക്കിനനുസരിച്ച് ജീവിക്കുന്ന ആളായിരിക്കും. എന്തെങ്കിലും പറഞ്ഞാൽ ആ പറയുന്നതിനനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനായിരിക്കും ഒരാൾ. അതുകൊണ്ടായി നിവർന്നു നിൽക്കുന്നത്. പ്രത്യേകിച്ച് അതിനൊരു പരിധി ഇംപാർഷ്യൽ ആയിരിക്കും. ഇടത്തിനോടോ വലത്തിനോടൊന്നും വലിയ പ്രതിപത്തിയൊന്നും ഇല്ലാത്ത ഒരു ഇംപാർഷ്യൽ ആയിട്ടുള്ള ഒരാളായിരിക്കും. എന്നാൽ വ്യാഴവിരലിലേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത്, ഒന്നാം വിരലിലേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത് എങ്കിൽ അയാൾക്ക് ആത്മവിശ്വാസം കൂടുതലും പുരോഗതിയൊക്കെ ഉള്ള ഒരു ആളായിരിക്കും. എന്നാൽ രണ്ടാം വിരലിലേക്കാണ്, അതായത് മൂന്നാം വിരലിലേക്കാണ്, ആദിത്യ വിരലിലേക്കാണ് അഗ്രം ചാഞ്ഞിരിക്കുന്നത് എങ്കിൽ കലാപരമ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടായിരിക്കുന്നതോടൊപ്പം തന്നെ എന്തും വിധി പോലെ വരട്ടെ എന്ന് വിശ്വസിക്കുന്ന ആളും ആയിരിക്കും. പിന്നെ തടിച്ചതായിരിക്കാം,
ഈ വിരൽ മറ്റു വിരലുമായി തട്ടിച്ചു നോക്കുമ്പോൾ തടിച്ച വിരലായിരിക്കാം. തടിച്ച വിരലാണ് അദ്ദേഹത്തിന് ഒരാളുള്ളത് എങ്കിൽ അയാൾ ചിന്താഭാരം കൊണ്ട്, ആവശ്യമില്ലാത്ത ചിന്ത കൊണ്ട് മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം നന്നേ കുറഞ്ഞു പോയ ഒരു മനുഷ്യനായിരിക്കും അയാൾ എന്നാണ്. എന്നാൽ അഗ്രം കൂർത്തിരിക്കുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞ നീളം കുറഞ്ഞ വിരല് ഉള്ള ആളിന്റെ ഫലം പറഞ്ഞത് തന്നെയാണ് ഇയാൾക്കും പറയുക. നീളം കുറഞ്ഞ ആൾ നമ്മൾ പറഞ്ഞത് മർഡർ ആകാം, ക്രൂരനാവാം. മർഡർ അല്ല, ക്രൂരനാവാം. ഇതും പറയുന്നത് എന്ന് അഗ്രം കൂർത്തിരുന്നാൽ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ പോലും കഴിയാതെ അത്രയും ക്രൂരനായ ഒരാളായിരിക്കും ഇയാൾ എന്നാണ്. ഇത് വളരെ കുറച്ച് കാര്യം നമ്മൾ പറഞ്ഞോളൂ, വളരെ കുറച്ച് കാര്യമാണ്. എനിക്ക് തോന്നുന്നു അടുത്തതും കൂടെ പറഞ്ഞിട്ട് ഒരുമിച്ച് നോട്ട്സ് എഴുതാമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അതാണ് നല്ലത്. ഇത് വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അടുത്ത വിരൽ, മൂന്നാമത്തെ വിരലിനെ കൂടെ പറഞ്ഞിട്ട് നമുക്ക് നോട്ട്സിലേക്ക് വരാം. മൂന്നാമത്തെ വിരൽ എന്ന് പറയുന്നത് അണിവിരലാണ്. അണിവിരൽ. അണിവിരല് മോതിര വിരൽ എന്ന പേരും അയാൾക്കുണ്ട്. നമ്മൾ ഇയാളെപ്പറ്റി നമ്മൾ നേരത്തെ ചൂണ്ടുവിരലിനോടൊപ്പം സംസാരിച്ചു. ഒന്നാം വിരലിനോടൊപ്പം ഇയാൾക്ക് നീളം ഉണ്ടായിരുന്നാൽ യശസ്സിനും സമ്പത്ത് പ്രശസ്തിക്കും തുല്യ പ്രാധാന്യം കൊടുക്കുമെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്? വളരെ നീളം കൂടുതൽ മറ്റു വിരലുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ വിരലിന് നീളം കൂടുതലുണ്ട് എങ്കിൽ, മറ്റു വിരലുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ വിരലിന് നീളം കൂടുതലുണ്ട് എങ്കിൽ അധികാരമോഹവും തന്നിഷ്ടക്കാരനുമായിരിക്കുന്ന സാധാരണ ആൾക്കാരുടെ കയ്യിൽ മോതിര വിരലിന് ചെറുവിരലിനേക്കാൾ നീളം ഉണ്ടാകും. പക്ഷെ മറ്റ് രണ്ട് വിരലിനേക്കാളും നീളം കൂടാൻ സാധ്യത കുറവാണ്. എന്നാൽ മറ്റ് രണ്ട് വിരലിനേക്കാൾ എന്ന് പറഞ്ഞാൽ ഒന്നാം വിരലിനേക്കാളും രണ്ടാം വിരലിനേക്കാളും നീളം മോതിര വിരലിന് ഉണ്ടായിരുന്നാൽ അയാൾ അധികാരമോഹിയും തന്നിഷ്ടക്കാരനുമായിരിക്കും. അധികാരമോഹിയും തന്നിഷ്ടക്കാരനുമായിരിക്കും നീളം കൂടുതൽ ഉണ്ടായിരുന്നാൽ. ഇപ്പൊ ഈ പിക്ചറിൽ കാണുന്നത് ആ നീളം കൂടുതലുള്ള ഒരാളുടെ കൈയാണ്. നീളം കുറഞ്ഞു പോയാലോ? സ്വാഭാവികമായിട്ടും നീളം കൂടിക്കഴിഞ്ഞാൽ അധികാരമോഹിയും തന്നിഷ്ടക്കാരനും എന്ന് പറയും. നീളം കുറഞ്ഞു പോയാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എങ്ങനെ എടുക്കണം? അതിന്റെ ജസ്റ്റ് റിവേഴ്സ് എടുക്കും. എങ്ങനെയാ? അധികാരത്തോടൊരു താല്പര്യം ഇല്ലാത്ത ആളും മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കുന്ന ആളെന്നൊക്കെ എടുക്കണം. അങ്ങനെ എടുക്കരുത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞതാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുന്നു, അതിന്റെ റിവേഴ്സായ ഒരു കാര്യം എടുത്താൽ അതിന്റെ റിവേഴ്സായ സ്റ്റേറ്റ്മെന്റ് പറയരുത്. നീളം കൂടിപ്പോയാൽ അധികാരമോഹം ഉണ്ടായിരിക്കുമെങ്കിൽ, നീളം കുറഞ്ഞു പോയാൽ ആലോചനാശക്തി കൂടുകയും കച്ചവട മനസ്സുണ്ടാവുകയും ചെയ്യുമെന്നാണ്. മറ്റെല്ലാ വിരലുകളെക്കാളും നീളം ഇയാൾക്ക് കുറവായിരുന്നാൽ ഇയാൾക്ക് ആലോചനാശക്തി കൂടും, കച്ചവട മനസ്സും ഉണ്ടായിരിക്കും എന്നാണ് പറയാം. അല്ലാതെ ആദ്യം പറഞ്ഞതിന്റെ റിവേഴ്സ് അല്ല ഇവിടെ പറയാം. ഈ വിരലിന്റെ അഗ്രം കൂർത്തിരിക്കാം. ശനിവിരലിന്റെ അഗ്രം കൂർത്തിരുന്നാൽ നമ്മൾ പറഞ്ഞു അയാൾ വളരെ മുഷ്കനായിരിക്കും, ക്രൂരനായിരിക്കും. എന്നാൽ അണിവിരലിന്റെ അഗ്രം കൂർത്തിരുന്നാൽ, മോതിര വിരലിന്റെ അഗ്രം കൂർത്തിരുന്നാൽ, ആദിത്യ വിരലിന്റെ അഗ്രം കൂർത്തിരുന്നാൽ, അപ്പോളോ ഫിംഗറിന്റെ അഗ്രം കൂർത്തിരുന്നാൽ അയാൾ ചിത്രകാരനോ സംഗീതജ്ഞനോ ആയിരിക്കാം. കലാകാരൻ, ഒറ്റ വാക്കിൽ പറഞ്ഞ കലാകാരനായിരിക്കാം. അത് പ്രത്യേകിച്ച് ചിത്രകലയിലോ സംഗീതത്തിലോ അതീവ താല്പര്യമുള്ള ആളായിരിക്കും. ചിത്രകലയിലോ സംഗീതത്തിലോ അതീവ താല്പര്യമുള്ള ആളായിരിക്കും അഗ്രം കൂർത്ത് ഇരുന്നാൽ. ഇനി മറ്റൊന്ന്,
ഈ രണ്ടാം വിരലിനേക്കാൾ നീളം കൂടിയിരുന്നാൽ അധികാരമോഹം ഉണ്ടാവും നമ്മൾ പറഞ്ഞു അല്ലേ? എന്നാൽ ഒരു വാക്ക്, അസാമാന്യമായ നീളം ഈ വിരലുണ്ടായിരുന്നാൽ, നേരത്തെ പറഞ്ഞു നീളം കൂടിയിരുന്നാൽ, ഇപ്പൊ ഈ പറഞ്ഞേക്കുന്നത് അണിവിരലിന് നീളം കൂടിയിരിക്കുക. അണിവിരലിന് നീളം കൂടിയിരുന്നാൽ അധികാരമോഹവും തന്നിഷ്ടവും ഉണ്ടായിരിക്കും. അടുത്ത് വീണ്ടും ഞാൻ പറയുന്നു, അസാമാന്യമായ നീളം കൂടുതൽ ഉണ്ടായിരുന്നാൽ. അവിടെ അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, ഉപയോഗിക്കുന്ന ഒരു വാക്കിനെ പോലും ദയവ് ചെയ്ത് നിങ്ങൾ ഒഴിവാക്കരുത്. കാരണം ചുരുക്കാവുന്നതിന്റെ മാക്സിമം ചുരുക്കിയാണ് ഞാൻ നോട്ട്സ് നിങ്ങൾക്ക് തരുന്നത്. അതിൽ വീണ്ടും നിങ്ങൾ ചുരുക്കരുത്. ഇപ്പോ നീളം കൂടിയത്, അസാമാന്യമായി വളരെ നീളം കൂടിയത് എന്ന് ഒരു വാക്യം ഉപയോഗിച്ചു. അസാമാന്യ നീളം, നീളം കൂടുതലെന്ന് മതിയല്ലോ, അല്ലെങ്കിൽ കൂടുതൽ നീളമൊന്ന് മതിയല്ലോ. അങ്ങനെയല്ല, ആ വാക്കിന് പ്രാധാന്യമുണ്ട്. അസാമാന്യം, സാമാന്യമല്ലാത്തത്, അസാധാരണമായി, മറ്റുള്ളവരിൽ ആരിലും കാണാത്ത വിധത്തിൽ നീളം കൂടുതൽ ഉണ്ടായിരുന്നാൽ ധനത്തിന് വേണ്ടി എന്തും ചെയ്യും. ധനത്തിന് വേണ്ടി എന്തും ചെയ്യും. എന്തും, അതിന് പ്രത്യേകിച്ച് ഇന്ന കാര്യമില്ല, ഏത് പണിയും അയാൾ ചെയ്യും. സാഹസികത, ചൂതാട്ടം, ഊഹക്കച്ചവടം, എന്തു വേണോ, പണം കിട്ടുമെന്ന് അറിഞ്ഞാൽ അയാൾ എന്തും ചെയ്യും. ധനത്തിനായി ഏത് പ്രവൃത്തി ചെയ്യാനും അയാൾക്ക് യാതൊരു മടിയും ഉണ്ടായിരിക്കില്ല. എന്താണ് തൊഴിൽ എന്നല്ല അയാൾ തിരക്കുക, എന്താണ് അതിൽ നിന്ന് കിട്ടുക എന്ന് മാത്രമേ അയാൾ നോക്കാറുള്ളൂ. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്ത് പ്രോഫിറ്റ് അയാൾക്ക് ഉണ്ടാവും എന്നുള്ളതിനപ്പുറത്തേക്ക് ആ പ്രവൃത്തി എന്ത് എന്നയാൾ ഒരിക്കലും ചിന്തിക്കാത്ത ആളായിരിക്കും. അസാമാന്യമായ നീളം അണിവിരലിന് ഉണ്ടായിരുന്നാൽ. മറ്റൊന്ന്, രണ്ടാം വിരലിനോടൊപ്പം ഇയാൾക്ക് നീളം വരാം. നമ്മൾ ഒന്നാം വിരലിനോടൊപ്പം നീളം വരുന്ന കാര്യം പറഞ്ഞു. ഒന്നാം വിരലിനോടൊപ്പം നീളം വരികയാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്, നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ധനത്തിനും പ്രശസ്തിക്കും തുല്യ പ്രാധാന്യം നൽകും എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പൊ ഇവിടെ രണ്ടാം വിരലിനോടൊപ്പം നീളമാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഇപ്പൊ ഈ ചിത്രത്തിൽ കാണിച്ചേക്കുന്നത് രണ്ടാം വിരലിനേക്കാൾ നീളം ഉള്ളതാണ്. ഇതല്ലേ, ഇതിൽ രണ്ടാം വിരലിനോടൊപ്പം നീളമുണ്ട്. ഇപ്പൊ മൂന്നാം വിരലിന് രണ്ടാം വിരലിനോടൊപ്പം നീളമുണ്ടായിരിക്കും എങ്കിൽ ഗാംബ്ലിംഗ്, ചൂതാട്ടം വളരെ ഇഷ്ടമുള്ള ഒരു ബിസിനസ് ആയിരിക്കും. താഴെക്കടയിലുള്ള ആൾക്കാരാണെങ്കിൽ മുച്ചൂട്ട് കളിക്കാനും എന്താ പറയാ, ഈ കറക്കിക്കുത്ത് നടത്താനും ഒക്കെ നടക്കും, ലോട്ടറി എടുക്കാനൊക്കെ നടക്കും. ഉയർന്ന തരത്തിലുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഷെയർ മാർക്കറ്റിംഗ്, പിന്നെ വാതുവെപ്പ്, അങ്ങനെയുള്ള കാര്യത്തിലേക്ക് വരെ പോകും. അത് ഓരോരുത്തരുടെയും നിലവാരം അനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് കാണുന്നത് നമ്മുടെ താഴേക്കടയിലുള്ള ഒരു സാധാരണക്കാരന്റെ ലേമന്റെ കയ്യിലാണ് കാണുന്നതെങ്കിൽ അവന് അമ്പലപ്പറമ്പിലും മുച്ചൂട്ട് കളിക്കാനും ചീട്ട് കളിക്കാനും അത്തരത്തിലുള്ള ഈ കറക്കിക്കുത്ത് പരിപാടികളെ കൊണ്ട് എന്താ പറയാ, കമ്പേറും കല്ലേറും മറ്റേ കമ്പിയേറും ഇങ്ങനെയൊക്കെ പറയുന്ന ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളായിരിക്കും. പിന്നെ വേണമെങ്കിൽ ഈ ലോട്ടറി ഒക്കെ ചെന്ന് ഒരുപാട് എടുക്കുക, ഒരു ദിവസം ഒരു ലോട്ടറി അല്ല കുറെ ലോട്ടറി എടുക്കുക, നമ്പറൊക്കെ നോക്കി എടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു സ്പെക്കുലേഷൻ ഉള്ള ആളായിരിക്കും. ഇത് തന്നെ കുറച്ചുകൂടി സാമ്പത്തിക ഭദ്രത ഉള്ളതും കുറച്ചുകൂടിയൊക്കെ മെച്ചപ്പെട്ട ഒരാളാണെങ്കിൽ അവൻ ഇവിടെ ഒന്നും നിൽക്കില്ല. അവൻ പോകുന്നത് അതിന്റെ ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിലേക്ക് പോവുക.
അതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് അവൻ പോകുന്നത് ഈ വാതുവെപ്പിലേക്കാണ്. ഈ ക്രിക്കറ്റിലെ മറ്റു കളിയിലെ കുതിരപ്പന്തയത്തിലൊക്കെ വാതുവെക്കുമല്ലോ, ആ വാതുവെപ്പിലേക്കാണ് അവര് പോകുന്നത്. അതിന്റെ പ്ലസും മൈനസും അനുസരിച്ചിരിക്കും. എന്തായിരുന്നാലും രണ്ടാം വിരലിനോടൊപ്പം മൂന്നാമത്തെ വിരലിന് നീളം ഉണ്ടായിരുന്നാൽ അവർക്ക് ഗാംബ്ലിങ്ങിനോടും സ്പെക്കുലേഷനോടും പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കും. ഈ വിരൽ നീളം കുറയാം. ഏത് വിരലിന്? നമ്മൾ ഈ പറഞ്ഞ അണിവിരലിന്, അപ്പോളോ ഫിംഗറിന്, മോതിര വിരലിന് നീളം കുറഞ്ഞു പോകാം. അവര് ഈ പഴയ വസ്തുക്കളുണ്ടല്ലോ, നമ്മൾ പറയില്ലേ കലാമൂല്യമുള്ളത്, അല്ലെങ്കിൽ എന്താ പറയുക ആൻസിസ്റ്റർ പ്രോപ്പർട്ടി പോലുള്ള പഴയ വസ്തുക്കളെ തേച്ചും എനിക്ക് കൊടുത്ത് കാശുണ്ടാക്കുന്ന പണിയായിരിക്കും. പുരാവസ്തുക്കൾ, ഈ പുരാവസ്തു ശേഖരണമൊക്കെ നടത്തുന്ന ആൾക്കാർ, അവിടെ കച്ചവടം ചെയ്തിരിക്കുന്ന ആളല്ല, പുരാവസ്തു കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളല്ല ഉദ്ദേശിച്ചത്. പുരാവസ്തു ഒക്കെ കണ്ടെത്തി തേച്ചും എനിക്ക് കടക്കാർക്ക് കൊണ്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഒരു പണി അവര് വെച്ചാൽ പഴയ വസ്തുക്കളിൽ നിന്നും, കലാമൂല്യമുള്ള വസ്തുക്കളിൽ നിന്നും ധനം കണ്ടെത്തുകയാണ് ഇവരുടെ പ്രത്യേകത. എങ്ങനെ? നീളം കുറഞ്ഞു പോയാൽ. ഈ വിരലിന്റെ അഗ്രത്തിൽ ഇതല്ല പിക്ചർ, വേറെ പിക്ചറുണ്ട്, അതിട്ടാ മതി. നോക്കിയേ, ഈ വിരലിന്റെ മൂന്നാമത്തെ വിരലിന്റെ, മോതിര വിരലിന്റെ ഒന്നാം സെഗ്മെന്റിൽ കണ്ണത്തിൽ പാർശ്വത്തിൽ ഒന്നൊരു രേഖ വന്ന് കയറിയിട്ടുണ്ട്. ഉണ്ടല്ലേ? എന്റെ ഒന്നാം കണ്ണത്തിലെ പാർശ്വത്തിൽ നിന്ന് ഒരു രേഖ കുറുകെ വന്ന് കയറിയിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ പാരമ്പര്യത്തൊഴിൽ, കുലത്തൊഴിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ റെസ്പോണ്ട് ചെയ്യാം ക്ലാസ് കഴിയുമ്പോൾ. ഇത് കുലത്തൊഴിൽ അല്ലെങ്കിൽ പാരമ്പര്യത്തൊഴിലിന്റെ ലക്ഷണമാണ്. ഇപ്പോഴേ നമ്മുടെ ഈ ജാതി വ്യവസ്ഥയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ തൊഴിൽ ഓരോരുത്തർക്കായി പതിച്ചു കൊടുത്തിരുന്നു, അല്ലേ? അങ്ങനെയല്ലേ? ഈ ബാർബറിന്റെ പണി ചെയ്യണം, അലക്കേറെ അലക്കിന്റെ പണി ചെയ്യണം, കൊശവൻ കലവുണ്ടാക്കണം, അങ്ങനെയൊക്കെ. പിന്നെ പാരമ്പര്യമായിട്ട് ഓരോ സമൂഹത്തിനും പാരമ്പര്യമായിട്ട് തൊഴില് പങ്കുവെച്ചു കൊടുത്തിരുന്ന ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാലഘട്ടമൊക്കെ മാറി. ഇപ്പം ബാർബർ ഷോപ്പ് നടത്തുന്നവര് ആ സമുദായത്തിൽപ്പെട്ടവരെ ആയിരിക്കണമെന്നില്ല. അത് നടത്തുന്നത്, ആ പണി ചെയ്യുന്നവരൊക്കെ മറ്റേ സമുദായത്തിൽപ്പെട്ടവരാണ്. കാരണം അതൊരു വലിയ ബിസിനസ്സാണ്. പക്ഷെ പാരമ്പര്യം, ഇപ്പൊ വൈദ്യം, അച്ഛനോ അപ്പൂപ്പനോ ഒക്കെ വൈദ്യന്മാരായിരുന്നു, നമ്മുടെ ആൾക്കാരും വൈദ്യന്മാരായിരിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴത്തെ തലമുറയിൽ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പയ്യനുണ്ടായിരുന്നു, അവൻ തിരുമ മർമ്മ ചികിത്സ അപ്പൂപ്പന്റെ കാലം ഘട്ടം തൊട്ട് ചെയ്തു വരുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ ഈ അടയാളം ഉണ്ടായിരുന്നു. ഇപ്പോ കഴിഞ്ഞ ആഴ്ച, ഈ കഴിഞ്ഞ ഞായറാഴ്ച അവസാനിച്ച ക്ലാസ് ആയിരുന്നു അത്. ആ കഴിഞ്ഞ ഞായറാഴ്ച അവസാനത്തെ ക്ലാസ്സിൽ ഒരു സ്റ്റുഡന്റിന്റെ കയ്യിൽ ഈ ഫലം പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അയാളുടെ കയ്യിൽ ഇത് ലക്ഷണമുണ്ട്. അത് നോക്കി വന്നപ്പോൾ അയാൾക്ക് ഈ പാരമ്പര്യമായിട്ട് മർമ്മ ചികിത്സ, തിരുമ ചികിത്സ, അത് അപ്പൂപ്പന്റെ കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് തുടങ്ങി വരുന്നതാണ്. ഇവിടെ അത് കുലത്തൊഴിൽ എന്ന് പറയുമ്പം ആ ഒരു വംശത്തിന്റെ തൊഴിൽ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. തലമുറയിൽ, കുടുംബത്തിൽ തലമുറകളായി കൈമാറി വരുന്ന ചില അറിവുകൾ അടുത്ത തലമുറയിലേക്ക് കിട്ടിയാൽ ആ ആളിന്റെ കയ്യിൽ ഇങ്ങനൊരു അടയാളം, ചിഹ്നം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സിൽ അത്തരത്തിൽ പാരമ്പര്യമായി തൊഴിൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പൂപ്പൻ, അച്ഛൻ, അയാൾ എന്നിങ്ങനെ ഉണ്ടെങ്കിൽ ആ കയ്യിൽ ഇതുണ്ടാകാൻ സാധ്യത ഉണ്ട്. അതാണ് പാരമ്പര്യ തൊഴിൽ എന്ന് പറയാം. ഇപ്പൊ മുർക്കാങ്കട ചെയ്ത ആളുടെ മകൻ മുർക്കാങ്കട ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അതൊരു പാരമ്പര്യ തൊഴിലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് സ്പെസിഫിക്കേഷൻ വേണം.
അതായത് നേരത്തെ പറഞ്ഞത്, ഈ പറഞ്ഞ ഇപ്പോൾ എന്താ പറയാ, സ്റ്റിച്ചിങ്, തയ്യൽ ചെയ്യുക, അലക്കൽ, ഡ്രൈ ക്ലീനിങ് അത് ചെയ്യുക, അതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽ, ബ്യൂട്ടീഷ്യൻ അങ്ങനെ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള അതുപോലുള്ള അതൊക്കെയാണ് ഇങ്ങനെ. പിന്നെ വൈദ്യം, അതിൽ തന്നെ ഈ മർമ്മം, ജ്യോതിഷം, ഇതൊക്കെ ഇങ്ങനെ പാരമ്പര്യം ചെയ്തു വരുന്നവരുണ്ടെങ്കിൽ ആ തൊഴിലിന്റെ ഒക്കെ ഉടമകളുടെ കയ്യിൽ ഇങ്ങനൊരു അടയാളം ഉണ്ടായിരിക്കും. ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് അതുകൊണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് വേണമെങ്കിൽ രണ്ടാം വിരലിലേക്ക് ഒന്ന് ചാഞ്ഞിരിക്കാം. രണ്ടാം വിരൽ വേണമെങ്കിൽ മൂന്നാം വിരലിലേക്ക് ചായാം എന്ന് പറഞ്ഞ പോലെ ഈ മൂന്നാം വിരലിന് അല്പം ചായ്വ് നിവർത്തി ഇങ്ങനെ പിടിക്കുമ്പോൾ അതൊന്ന് ചരിഞ്ഞിരിക്കുക. ശനി വിരലിലേക്ക്, രണ്ടാം വിരലിലേക്ക് ഒന്ന് ചാഞ്ഞിരുന്നാൽ അയാൾ ഭാവിയിൽ ഓർമ്മിക്കപ്പെടും എന്നാണ്. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തെക്കാൾ ഉപരി അടുത്ത തലമുറയിലും അയാളെ ഓർമ്മിച്ചിരിക്കും, പരാമർശിക്കപ്പെടും. അയാൾ ആരെന്ന് എന്താണെന്നൊക്കെ ഒരു കാലഘട്ടം കൂടെ സംസാരിക്കും. അടുത്തൊരു തലമുറയെങ്കിലും സംസാരിക്കും. നമുക്ക് തന്നെ പരിചയമുള്ള ധാരാളം ആൾക്കാർ അങ്ങനെയുണ്ട്. അവരുടെ കാലശേഷം അവരടുത്ത തലമുറ തന്നെ അവരുടെ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഇന്ന ആളുടെ ചെറുമകൻ, ഇന്ന ആളിന്റെ അങ്ങനെ, അല്ല ഇന്ന ആൾ ഉണ്ടായിരുന്നപ്പോൾ, അല്ല ഇന്ന ആൾ ആയിരുന്നാൽ, അത് അവരുടെ കാലഘട്ടത്തിന് ശേഷവും അവരുടെ പേര് പല പ്രാവശ്യങ്ങളിൽ ആ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിധത്തിലുള്ള ആളായിരിക്കും അയാൾ, ഓർമ്മിക്കപ്പെടും. എന്നാൽ നാലാമത്തെ വിരലിലേക്കാണ് ഇത് ചാഞ്ഞിരിക്കുന്നത് എങ്കിൽ, അതായത് ബുധവിരലിലേക്കാണ്, ഈ അണിവിരലിലേക്കാണ്, ബുധവിരലിലേക്കാണ് ഇയാൾ ചാഞ്ഞിരിക്കുന്നത് എങ്കിൽ, അണിവിരൽ, ബുധവിരൽ, മെർക്കുറി ഫിംഗർ, അവസാനത്തെ നാലാമത്തേത്, അവിടത്തേക്കാണ് അയാൾ ചാഞ്ഞിരിക്കുന്നത് എങ്കിൽ എന്തും അയാളെ സംബന്ധിച്ച് ബിസിനസ്സാണ്. കാരണം ബുധൻ ഈ കച്ചവടത്തിന്റെ ആളാണ്, ശാസ്ത്രബോധത്തിന്റെ ആളും കൂടെയാണ് ബുധൻ. കച്ചവടം, എന്തും അയാൾ ചെയ്യുന്നത് എന്തും ഒരു ബിസിനസ്. അയാളുടെ ലൈഫ് ബിസിനസ് ആയിരിക്കും. അയാളുടെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ അതൊരു ബിസിനസ്സാണ്. അയാൾ ചെയ്യുന്നത് എന്തും ബിസിനസ് ആയിരിക്കും. അങ്ങനെയുള്ളവരുടെ കയ്യിൽ ഈ മൂന്നാമത്തെ വിരൽ അല്പം ചരിവ് കാണുന്നത് നാലാമത്തെ വിരലിന്റെ അങ്ങോട്ട് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ നിങ്ങൾക്ക് ഇന്നലെ വരെ നിങ്ങളെ കണ്ട നിങ്ങളുടെ കയ്യിലെ വിരലുകൾ ഇന്നു മുതൽ നിങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ കാണുമ്പോൾ, ഒരുപാട് അത്ഭുതങ്ങളുടെ, ഒരുപാട് അറിവുകളുടെ, നിങ്ങൾക്ക് പോലും അറിയാതെ ഗോപ്യമായി വെച്ചിരുന്ന ഒരുപാട് അറിവുകളുടെ ഒരു ശേഖരമാണ് നിങ്ങളുടെ വിരലുകളുടെ രൂപവും ഭാവവും. അപ്പൊ നോക്കിനി നോട്ട്സിലേക്ക് പോവാം. എഴുതിക്കുന്നു. മധ്യമാങ്കുലി, അതായത് രണ്ടാം വിരൽ. നടുവിരൽ, ആവശ്യത്തിലേറെ തടിച്ചതാണെങ്കിൽ അനാവശ്യ ചിന്തകൾ കൊണ്ട്
മസ്തിഷ്കം ക്ഷീണിതനായ ഒരു വ്യക്തിയാണ് അയാൾ. ശരീരത്തിന് ക്ഷീണമുണ്ടെന്നല്ല പറഞ്ഞത്, മസ്തിഷ്കത്തിന് ക്ഷീണമുണ്ടെന്നാണ് പറഞ്ഞത്. നടുവിരലിന്റെ അഗ്രം കൂർത്തിരുന്നാൽ ക്രൂരനും മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുവാൻ കഴിയാത്തവനുമായിരിക്കും. നടുവിരൽ ചെറുതായിരുന്നാൽ അയാൾ ക്രൂരനായിരിക്കും. നടുവിരൽ ചെറുതായിരുന്നാൽ ക്രൂരനായിരിക്കും. നടുവിരൽ ഒന്നാം വിരലിനേക്കാളോ അല്ലെങ്കിൽ രണ്ടാം വിരലിനേക്കാളോ കാലിഞ്ചിനേക്കാൾ ഇഞ്ചിനേക്കാൾ നീളം കൂടുതലുണ്ടായിരുന്നാൽ എപ്പോഴും പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോകുന്ന വ്യക്തിയാണ് അയാൾ. എപ്പോഴും പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോകുന്ന വ്യക്തിയാണ് അയാൾ. എന്നാൽ നീളം 4 ഇഞ്ച് കൂടുതലായിരുന്നാൽ ബുദ്ധിമാനും സമൂഹത്തിന്റെ അംഗീകാരം ലഭിക്കുന്ന ആളുമായിരിക്കും. നടുവിരൽ ഒന്നാം വിരലിനേക്കാൾ
ഒന്നാം വിരലിനേക്കാൾ അരയിഞ്ചിൽ കൂടുതൽ നീളക്കൂടുതൽ ഉണ്ടായിരുന്നാൽ അയാൾ കൊലപാതകി ആയിത്തീരും. രണ്ടാം വിരലിന്റെ അഗ്രം ഒന്നാം വിരലിലേക്ക് ചാഞ്ഞിരുന്നാൽ ആത്മവിശ്വാസവും പുരോഗതിയും ഉള്ള വ്യക്തിയാണ് അയാൾ. വിരലഗ്രം മൂന്നാം വിരലിലേക്ക് ചാഞ്ഞിരുന്നാൽ വിധിയിൽ വിശ്വസിക്കുന്ന ആളും കലകളോട് താല്പര്യമുള്ള ആളുമായിരിക്കും. കലകളോട് താല്പര്യമുള്ള ആളായിരിക്കും. രണ്ടാം വിരലിന്റെ ഒന്നാം ഖണ്ഡം സന്ദേഹത്തെയും രണ്ടാം ഖണ്ഡം ശാസ്ത്രബോധത്തെയും മൂന്നാം ഖണ്ഡം ഏകാഗ്രതയും സൂചിപ്പിക്കുന്നു. അടുത്ത ഹെഡ് അണിവിരൽ. അണിവിരലിന് നീളക്കൂടുതൽ ഉണ്ടായാൽ
അധികാരത്തോട് അധികാരമോഹവും തന്നിഷ്ടവും ഫലം. മോതിരവിരലിന് നീളം കുറഞ്ഞു പോയാൽ ആലോചനാശക്തി കൂടുകയും കച്ചവട മനസ്സും ഉണ്ടായിരിക്കും. ആദിത്യ വിരലിന്റെ അഗ്രം കോർത്തിരുന്നാൽ ചിത്രകാരനോ സംഗീതജ്ഞനോ ആയിത്തീരും. അസാമാന്യമായ നീളം വിരലുണ്ടായാൽ എങ്ങനെ സാമാന്യമായ നീളമാണോ? നീളം അസാമാന്യമായ നീളം മോതിര വിരലിനുണ്ടായാൽ അയാൾ ധനത്തിനായി എന്തും ചെയ്യും. ധനത്തിനായി എന്തും ചെയ്യും. ഈ വിരലിന്റെ നീളം കുറഞ്ഞു പോയാൽ പുരാവസ്തുക്കളിൽ നിന്നും കലാരൂപങ്ങളിൽ നിന്നും ധനം നേടും. മൂന്നാം വിരൽ രണ്ടാം വിരലിലേക്ക് ചാഞ്ഞിരുന്നാൽ
ഭാവിയിൽ ഓർമ്മിക്കപ്പെടും. എന്നാൽ നാലാം വിരലിലേക്ക് ചാഞ്ഞു പോയാൽ ജീവിതം തന്നെ കച്ചവടമായി മാറും. അണിവിരലിന്റെ ഒന്നാം ഖണ്ഡം, അത് നഖത്തോട് കൂടിയ ഭാഗം. ഒന്നാം ഖണ്ഡം എന്ന് പറയുന്നത് നഖത്തോട് കൂടിയ ഭാഗം. ഒന്നാം ഖണ്ഡം നീളം കൂടിയിരുന്നാൽ കലാകാരനായിരിക്കും. രണ്ടാം ഖണ്ഡത്തിന് നീളമേറിയിരുന്നാൽ തന്റെ കഴിവുകൾ കൊണ്ട് വളരെ ഉന്നതിയിലെത്തും. തന്റെ കഴിവുകൾ കൊണ്ട് വളരെ ഉന്നതിയിലെത്തും. മൂന്നാം ഖണ്ഡത്തിന് നീളമേറിയിരുന്നാൽ ധാരാളം ധനം നേടും. ഞാൻ പറയാൻ വിട്ടുപോയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതുകൊണ്ട് നോട്ട് ചെയ്തോളൂ. മോതിര വിരലിന് വളവുണ്ടായിരുന്നാൽ കലയെ സാമ്പത്തിക നേട്ടത്തിനായി ഉപയോഗിക്കും. ഇപ്പോ നാടക കമ്പനി നടത്തുന്നയാൾ, സിനിമ നിർമ്മിക്കുന്ന നിർമ്മിതാവ്, തിയേറ്റർ നടത്തുന്നയാൾ, ഇവരെയൊക്കെ നമുക്ക് ഇക്കൂട്ടത്തിൽപ്പെടുത്താം. അവരെല്ലാം കലയെ അവരുടെ സാമ്പത്തിക നേട്ടത്തിന് ഉപയോഗിക്കുന്നത്. അവർ കലാകാരന്മാരായതുകൊണ്ടല്ല, അവരാരും കലാകാരന്മാരായിരിക്കണമെന്നില്ല, സാമ്പത്തിക നേട്ടത്തിനായി കലയെ ഉപയോഗിക്കുന്നവരാണ് മിക്കവാറുള്ള എല്ലാ സിനിമ നിർമ്മിക്കുന്നവരും നിർമ്മിതാക്കളും. അവർക്ക് അതിനോട് പ്രത്യേക താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല, 1 മുടക്കിയാൽ 5 തിരിച്ചു കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അവരതിൽ മുടക്കുന്നത്. ഇത്രയുമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അടുത്ത ഹെഡ് എഴുതിക്കോളൂ.
ചെറുവിരൽ. മറ്റൊരു പേരൂടെ പറയാം, കനിഷ്ഠിക എന്നൊരു പേരുകൂടി ഉണ്ട് കേട്ടോ അയാൾക്ക്. കനിഷ്ഠിക. ചെറുവിരലാണോ സാർ? ചെറുവിരലിനുള്ള മറ്റൊരു പേരാണ് കനിഷ്ഠിക. സാർ നമ്മളെ ഇതിൽ നോക്കുമ്പോ ലെഫ്റ്റ് റൈറ്റ് നോക്കാം ഹാൻഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, ആണുങ്ങൾക്കാണെങ്കിൽ വലുതാണ്. വലുത്. ഓക്കെ, ശരി. കഴിഞ്ഞ ക്ലാസ് ഇല്ലായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ഇതിപ്പോ വിരല് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ഒരു ക്ലാസ്സേ കഴിഞ്ഞിട്ടുള്ളൂ. പ്രത്യേകിച്ച് മനസ്സിലാക്കില്ല. ഇതിപ്പോ രണ്ടാമത്തെ ക്ലാസ് ആണ്. പ്രിന്റഡ് ഇല്ല, നോട്ട്സ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന നോട്ട്സേ ഉള്ളൂ. അത് നോട്ട്സ് നിങ്ങൾ ഇപ്പൊ ഗ്രൂപ്പിൽ ആരോടും ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ഇട്ടുതരും. ഇല്ലെങ്കിൽ നിങ്ങൾ ലാൽ സാറിനോട് പറഞ്ഞാൽ സാറ് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിന്റെ വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോയിൽ തന്നെ നോട്ട്സ് ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇപ്പൊ ഞാൻ ചെയ്തതുപോലെ നിങ്ങൾക്ക് അത് കേട്ട് എഴുതി എടുക്കാൻ കഴിയും. ആ വീഡിയോ സാർ പറഞ്ഞ സാർ ഇട്ട് തരും. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് നോട്ട്സ് എഴുതി എടുക്കാൻ കഴിയും. ആണുങ്ങളുടെ വലുതല്ലേ? വലത് കൈ. കനിഷ്ഠിക ചെറുവിരൽ. നമുക്ക് ഇന്നിപ്പോ സ്ത്രീകൾക്ക് ലെഫ്റ്റ് അല്ലേ സാറേ? സ്ത്രീകൾക്ക് ലെഫ്റ്റ് അല്ലേ? കനിഷ്ഠയും ഇതുവരെ കുറച്ച് മാത്രമേ പറയാവുള്ളൂ. തായ് വിരല് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തീർക്കാം. അപ്പൊ അടുത്ത ക്ലാസ് കൊണ്ട് നമുക്ക് വിരലുകൾ പൂർണ്ണമായി തീർക്കാൻ കഴിയും. കനിഷ്ഠയും തീർക്കാം, തായ് വിരലും തീർക്കാം. സ്വന്തം വിരലുകൾ നോക്കുന്നുണ്ടോ നിങ്ങൾ? എന്തെങ്കിലും ശരിയുണ്ടോ? എന്തെങ്കിലും ശരിയുണ്ടോ നമ്മൾ ഈ പറഞ്ഞത്? ഒന്ന് രണ്ട് കാര്യം ക്ലിയർ ആവുന്നുണ്ട്. ശരിയാണ്, ക്ലിയർ ആവുന്നത്. ഓക്കെ. ഈ ഇന്നിപ്പം ഞാൻ പറഞ്ഞ ആ ഒരു പാരമ്പര്യ തൊഴിൽ, കുലത്തൊഴിൽ ചെയ്യുന്ന അങ്ങനെ ആരുടെങ്കിലും കയ്യിൽ കണ്ടോ? സാർ എന്റെ കയ്യിൽ ഒരു മാർക്ക് കണ്ടു, വരേരെ തൊട്ട് മുകളില്. സാറ് പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചത്. അതെന്താണ് കുലത്തൊഴിൽ അറിയില്ല. നിങ്ങൾ പാരമ്പര്യമായിട്ട് ഏതെങ്കിലും തൊഴിൽ ചെയ്യുന്നുണ്ടോ? അച്ഛനും അപ്പൂപ്പനും ഒക്കെ കുടുംബപരമായിട്ട് ചെയ്യുന്ന തൊഴിലുണ്ടോ? കുടുംബപരമായിട്ട് അവര് ഇതാണ് ബിസിനസ് ഒക്കെ ചെയ്തിരുന്നത്. ബിസിനസ് ഒരു പ്രത്യേക ബിസിനസ് ആണോ? അതെ. ഈ ഗുഡ്സ് വിറ്റ് പൈസ മേടിക്കുന്നത് അച്ഛൻ. പിന്നെ ഗോൾഡിന്റെ ഒക്കെ ആയിരുന്നു. അത് നിങ്ങൾ തലമുറകളായി ചെയ്തു വരുന്ന ബിസിനസ് നിങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളും അത് ചെയ്യുന്നെങ്കിൽ ആ രേഖ അവിടെ വരാം. അല്ലെങ്കിൽ ജ്യോത്സ്യായിരിക്കും സാർ? ജ്യോതിഷം തലമുറകളായി ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടത് വരും. ഓക്കെ, ശരി. ബിസിനസിനേക്കാൾ ജ്യോതിഷത്തിനാണ് അതിനകത്തൊരു താല്പര്യം കൂടുതൽ ഇതുള്ളത്. ഞാനിപ്പോ അതാണ് പഠിക്കുന്നത് സാർ. നിങ്ങൾ കുടുംബത്തിലെ ജ്യോതിഷന്മാരുണ്ടായിരുന്നോ? ഇല്ലാന്നോ? അതിന് പക്ഷെ 2 തലമുറ മുമ്പ് ഉണ്ടായിരുന്നു. ഓക്കെ. അത് തന്നെ അതാ പറഞ്ഞത്, പാരമ്പര്യം, കുലത്തൊഴിൽ. ഇപ്പൊ ഒരു തലമുറയും 2 തലമുറയും മുമ്പ് ജ്യോതിഷന്മാരുണ്ടായിരുന്ന ഒരു ജ്യോതിഷന്മാരുണ്ടായിരുന്നെങ്കിൽ ആ തലമുറയിൽ നിങ്ങൾ അടുത്ത ആൾ നിങ്ങൾ പഠിക്കുമ്പോൾ അതൊരു പാരമ്പര്യമാണ്. ഞാൻ പഠിക്കുന്നു സാർ. അതുകൊണ്ട് പഠിക്കണേ. അത് ജ്യോതിഷത്തെ ബിസിനസിനേക്കാൾ അതോടെ ആപ്റ്റ് ആവുന്ന ഇതിനാണ്. താങ്ക് യു സാർ. ഓക്കെ. അത് രേഖ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്നെടുത്ത് നമ്മൾ അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് ഈ ഗ്രൂപ്പിനകത്ത് ഇട്ടേക്കാം. അപ്പൊ അവർക്കതൊന്ന് മനസ്സിലാവും. നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന രേഖ നിങ്ങൾ ഒന്ന് എടുത്തിടുക. അപ്പൊ എനിക്കും അത് മനസ്സിലാവൂല അതാണോ നിങ്ങൾ കണ്ടതെന്ന് എനിക്കും നോക്കാമല്ലോ. ശരി. അപ്പൊ എല്ലാവരും നിങ്ങളുടെ വിരലുകൾ നോക്കുക. കൂട്ടുകാരുടെ കൈ പിടിച്ചു നോക്കാതെ അവരുടെ വിരലുകൾ ശ്രദ്ധിക്കുക. അവരുടെ സ്വഭാവങ്ങളൊക്കെ ഒന്ന് വീക്ഷിച്ചു നോക്കുക. പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർ കൂടുതൽ കാര്യം നിങ്ങളോട് ഇപ്പൊ ഡിമാൻഡ് ചെയ്യും. അവര് കൂടുതൽ ഡിമാൻഡ് ചെയ്യും. അത് പറ, ഇത് പറയാന്ന് പറയും. നിങ്ങൾക്ക് ഇപ്പൊ അതറിയില്ല, അതുകൊണ്ട് ഇപ്പൊ വേണ്ട, ഇപ്പൊ പിടിക്കണ്ട. അല്ലാതെ തന്ത്രത്തിലൊക്കെ നോക്കുക, മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. ചെറുവിരലിന്റെ പറഞ്ഞില്ല. ചെറുവിരലിൽ നിന്നിപ്പോ തീരില്ലടോ. കാരണം ഒരുപക്ഷെ ഇതിനകത്ത് എനിക്ക് എന്ന് പ്രശ്നമില്ല, പക്ഷെ ടൈം ബൗണ്ട് ആയിട്ടുള്ള പല ആൾക്കാരും ഉണ്ടാവുകയെ. അപ്പൊ അവർക്ക് ടൈം കഴിഞ്ഞ് പോകണം. എനിക്കും വേറെ ആവശ്യമുണ്ട്. എഴുതി അത് അടുത്ത ക്ലാസ്സിലല്ലേ? ശരി. കെമിസ്ട്രി നമ്മൾ പഠിച്ചില്ലല്ലോ. ഇല്ല. ഓക്കെ, ശരി. പഠിച്ചില്ല. നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.
ശരി സാർ, താങ്ക് യു. ഒരു കാര്യം പറയൂ, എന്താണ്? നേരത്തെ പറഞ്ഞതാ, എന്നാലും കൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുക. ഈ വലത് കൈ ഇടത് കൈയും നമ്മളിപ്പോ ഈ പഠിക്കുന്ന എല്ലാ കാര്യത്തിനും ഈ ആണുങ്ങളുടെ വലത് കൈയും സ്ത്രീകളുടെ ഇടത് കൈയും തന്നെയല്ലേ ഉപയോഗിക്കുന്നത്? ഈ പഠിക്കാൻ മുഴുവനായിട്ടുള്ള ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇത് കൂടുതൽ വിശദീകരിക്കാം. ഇന്നിപ്പോ ഞാൻ ചെയ്യുന്നില്ല, കാരണം ഒരു സമയത്തിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഉറപ്പായി ചോദിച്ചോളൂ ശ്യാം, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. പോരെ? തീർച്ചയായിട്ടും സാർ. തീർച്ചയായും ഞാൻ അടുത്ത എന്നെ ഒന്ന് ഓർപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ഓർപ്പെടുത്തിയാൽ ഞാൻ ഒന്നുകൂടി തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇന്ന് സമയത്തിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രമാണ്. കുഴപ്പമില്ല.